ഇന്ന് നമ്മുടെ ഒറ്റ കുട്ടിയൊക്കെയുള്ള വീട്ടിലെ കുട്ടി വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഏകാന്തതയും എല്ലാ കാര്യങ്ങളും നടത്താനായിട്ടുള്ള മാനവശേഷിയുടെ കുറവും നമ്മൾ അനുദിനം കാണുന്നുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഇത്രമാത്രം ചേക്കേറാൻ അവസരം ഉണ്ടാകുന്നത്? ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ കാണുന്നൊരു പ്രവണതയാണത്. മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ഏതെങ്കിലും ഒരു കൊറിയൻ സീരീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ എനിക്ക് നേരിട്ടറിയാം. അതൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണ്. പിന്നെ ബാക്കി സമയം ഇൻസ്റ്റയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ റീൽസ് എടുത്തിട്ടുകൊണ്ടിരിക്കുക, കൂട്ടുകാരോട് ഫ്രണ്ട്ഷിപ്പും ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം ആകുന്ന ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. സൈക്കോളജിയും അതോടൊപ്പം സ്പിരിച്വാലിറ്റിയുമുള്ള കൗൺസിലർക്കാണ് ഒരു പ്രശ്നമുള്ള വ്യക്തിയെ ആശ്വസിപ്പിക്കുവാനും ഹീൽ ചെയ്യാനും ശരിയായ ഇൻസൈറ്റ് കൊടുക്കാനും സാധിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെലിബ്രിറ്റീസിനോടുള്ള ഒരു അന്ധമായ ഹീറോ വർഷിപ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റീസിൻ്റെ ചില പ്രവർത്തനങ്ങൾ, ചില വാക്കുകളൊക്കെ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാം. പക്ഷെ അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവർ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. കുട്ടികൾ അന്ധമായ ഒരു ആരാധന കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാം, എനിക്കിപ്പോൾ ഒരു 5 കുട്ടികൾ വേണമെന്നാണ് എൻ്റെ താല്പര്യം. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഒരു കുട്ടീനെ വളർത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തെ ഒരു കൊച്ചിന് 10,000 രൂപ വേണം. നാപ്കിൻ തന്നെ മേടിക്കാൻ തന്നെ വേണം നല്ല പൈസ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഞാൻ പറഞ്ഞു 5 പിള്ളേർ വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല. കാശുള്ളവർക്ക് എന്തും എങ്ങനെയും ജീവിക്കാം, അത് കണ്ടുകൊണ്ട് നമ്മളെങ്ങനെയാ പിള്ളേരെ വളർത്തുക എന്നൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് തരണം ചെയ്യാൻ പറ്റുക? അതായത് 5 കുട്ടികളെ സ്വീകരിക്കുന്നതാണോ അതോ വീട്ടുകാർ പറയുന്ന അനുസരിച്ച് 1, 2 ആ ഒരു രീതി നിർത്തുന്നതാണോ കൂടുതൽ ഉചിതം? രാജ്യത്തിൻ്റെതായാലും ഒരു സ്ഥാപനത്തിൻ്റെ അതായാലും ഒരു ഭവനത്തിൻ്റെതായാലും ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. മാനവശേഷിയാണ് ഒരു രാജ്യത്തിൻ്റെ, ഒരു ഭവനത്തിൻ്റെ, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഏറ്റവും വലിയ സമ്പത്ത്. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എത്ര ഉണ്ടായിരുന്നാലും, എത്ര ടെക്നിക്കൽ സ്കില്ലുകളുള്ള ഏതാനും ആളുകളുണ്ടായിരുന്നാലും ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാനവശേഷി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും ഹ്യൂമൻ റിസോഴ്സസ് ആ വീടിന് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോ കുഞ്ഞിനെയും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ കണക്കാക്കുകയാണെങ്കിൽ കൂടുതൽ കുട്ടികൾ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് മാറുകയാണ്. ഇന്ന് നമ്മുടെ ഒറ്റ കുട്ടിയൊക്കെയുള്ള വീട്ടിലെ കുട്ടി വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഏകാന്തതയും എല്ലാ കാര്യങ്ങളും നടത്താനായിട്ടുള്ള മാനവശേഷിയുടെ കുറവും നമ്മൾ അനുദിനം കാണുന്നുണ്ട്. ഒരു കുട്ടി വളർന്ന് വലുതായി അവൻ ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ, ഇൻകം ജനറേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയായി കഴിയുമ്പോൾ, ഒരു കുട്ടി ഉണ്ടാക്കുന്ന ഇൻകവും 5 കുട്ടികൾ ഉണ്ടാക്കുന്ന ഇൻകവും നോക്കുമ്പോൾ 5 ഇരട്ടി സാമ്പത്തികമായിട്ട് ആ ഭവനം വളരുന്നുണ്ട്, രാഷ്ട്രം വളരുന്നുണ്ട്. ഇനി ഒരു കുട്ടി ഒരു എക്സ്പെൻസാണ്, ഒരു ബേർഡനാണ്, ഒരു ലയബിലിറ്റിയാണ് എന്ന് നമ്മൾ കരുതുമ്പോൾ ഒരു കുട്ടി സമൂഹത്തിന് കൊടുക്കുന്ന സംഭാവനകൾ, ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കുന്നു, ഡോക്ടർമാർക്ക്, നേഴ്സുമാർക്ക്, അവിടുത്തെ മറ്റ് സപ്പോർട്ടീവ് സ്റ്റാഫിന് എല്ലാം നമ്മൾ പണം കൊടുക്കുന്നുണ്ട്. ആ കുട്ടി ജനിക്കുന്നതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ സംഭാവനകൾ ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിന് നാപ്കിൻ വാങ്ങാനും ടോയ്സ് വാങ്ങാനും ഡ്രസ്സ് വാങ്ങാനും ഒക്കെ നമ്മൾ പണം മുടക്കുന്നുണ്ട്. അപ്പോൾ പൊതുമേഖലയിലേക്ക്, സാമ്പത്തിക മേഖലയിലേക്ക് നമ്മൾ പണം മുടക്കുന്നു. കാലക്രമത്തിൽ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവർ പണം തിരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന വ്യക്തികളായി മാറുന്നുണ്ട്. ഇന്ന് വിദേശ രാജ്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ പല രാജ്യങ്ങളും ഓൾഡ് പീപ്പിളിൻ്റെ, വൃദ്ധജനങ്ങളുടെ രാഷ്ട്രങ്ങളായി മാറുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഇത്രമാത്രം ചേക്കേറാൻ അവസരം ഉണ്ടാകുന്നത്? അവിടെ ധാരാളം തൊഴിൽ സാധ്യതകൾ അവശേഷിക്കുന്നത് അവിടെ യുവജനങ്ങളുടെ അഭാവം കൊണ്ടാണ്. പുതിയ കുട്ടികൾ, യുവതി യുവാക്കൾ പുറത്തേക്ക് വരുന്നില്ല, അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ വൃദ്ധരായ ആളുകൾ മരിക്കുന്നതിൻ്റെ എണ്ണവും കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും നോക്കുമ്പോൾ 100ഉം 110ഉം 90ഉം ഒക്കെ ആയ ആളുകൾ ആലംബഹീനരായി വിഷമത്തിൽ ഇരിക്കുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ജനന നിയന്ത്രണങ്ങൾ വളരെയധികം ഏർപ്പെടുത്തിയത് കൊണ്ടാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് 2 കുട്ടികളായിരുന്നു. 3ാമത്തെ കുട്ടി ഉണ്ടാകുന്നത് 35 വയസ്സാകുമ്പോഴാണ്.
അന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ പ്രായത്തിൽ ഒരു കുട്ടി ഉണ്ടായത് ശാരീരികമായിട്ടും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ, ഈ കുട്ടിക്ക് ചിലപ്പോൾ അനാരോഗ്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അന്നൊക്കെ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് ഈ കുട്ടിയെ സ്വീകരിച്ചത്. അതിനു മുമ്പ് എനിക്കും നിങ്ങളെപ്പോലൊരു ചിന്തയുണ്ടായിരുന്നു, 2 കുട്ടികളെ വളർത്താനുള്ള സാമ്പത്തിക ശേഷിയല്ലേ ഉള്ളെന്നൊക്കെ, ഞാനും അതിനുള്ള കഷ്ടപ്പാടുകളൊക്കെ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഫാദർ ഡോക്ടർ ജോസ് കോട്ടയിലിൻ്റെ ക്ലാസ് കേൾക്കാനിട വന്നു. അദ്ദേഹം ആ ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ യുവതികളായിരുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സഭയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നല്ല കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ നന്ദിയോടെ സ്വീകരിക്കണം, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം, അവരെ നന്നായി വളർത്തി സമൂഹത്തിനും സഭയ്ക്കും സമ്മാനിക്കണം എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ച ആളാണ് ഞാൻ. അന്ന് ഞാൻ ചോദിച്ചു, അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല, അച്ഛന് ഇങ്ങനെ പറയാൻ എളുപ്പമുണ്ട്, ഒരു കുട്ടിയും 2 കുട്ടിയും വളർത്തുമ്പോൾ തന്നെ ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ കഷ്ടപ്പാടുകൾ താൽക്കാലികമാണ്, പിന്നീട് നിങ്ങൾ അഭിമാനിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ആ ചിന്ത എൻ്റെ മനസ്സിൽ പതിച്ചു. ഞാൻ ആലോചിച്ചു തുടങ്ങി, ഒരു കുഞ്ഞിനെ കൂടെ വളർത്തുവാനുള്ള ആരോഗ്യം എനിക്കില്ലേ, ഒരു കുഞ്ഞിനെ കൂടി വളർത്താനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ലേ, മൂത്ത കുട്ടികളുടെ സഹായം എനിക്ക് ലഭിക്കുകയില്ലേ, മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ഇല്ലേ, ഇത്രയും സാഹചര്യങ്ങളുള്ള ഞാൻ എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വിമുഖത കാണിക്കാൻ പാടില്ല എന്ന് എനിക്കൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എൻ്റെ 3ാമത്തെ കുട്ടി. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പോൾ മാം പറഞ്ഞു മാമിൻ്റെ ജീവിതത്തിൽ മാമിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ മിക്ക സ്ത്രീകളിലും എടുത്ത് നോക്കുവാണെങ്കിൽ 10-8% പേർക്കും PCOD ഉണ്ട്. PCOD ഉള്ള സ്ത്രീകളിൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ് കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ, കുടുംബജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് അതിയായ ആഗ്രഹമുണ്ട്, കുട്ടികളെ കൺസീവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അതിന് വിപരീതമാണ്, അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ആ ഒരു രീതിക്ക് അങ്ങനെയും ഫെർട്ടിലിറ്റി റേറ്റ്സ് കുറയുന്നില്ലേ? അത് ശരിയാണ്. അതെങ്ങനെയാണ് നമുക്കൊന്ന് അതൊരു കറക്റ്റ് ഒബ്സർവേഷനാണ്. ഒത്തിരി കുട്ടികൾക്ക് ഇപ്പോൾ PCOD ഉണ്ട്. അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നല്ല ശരീരാധ്വാനവും കായികക്ഷമതയും ആർജിക്കാൻ കുട്ടികൾ ശ്രമിക്കുകയും നല്ല ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ആകാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിക്കുക. ദൈവത്തിൻ്റെ സമ്മാനമാണല്ലോ കുഞ്ഞുങ്ങൾ. നമ്മൾ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും പരിശ്രമിക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം നൽകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കുന്നത്. നൽകുന്ന കുഞ്ഞുങ്ങളെ നന്ദിയോടെ സ്നേഹത്തോടെ സ്വീകരിക്കാനേ നമുക്ക് സാധിക്കൂ. പെൺകുട്ടികളിൽ കൂടുതലായിട്ടും PCOD കണ്ടുവരുന്നുണ്ട്. അപ്പം അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ശരീരം അനങ്ങിയോ എക്സസൈസ് ചെയ്യുകയോ അങ്ങനെ ഒരു രീതിയിലും നമുക്കൊരു ശരീരത്തിന് ആശ്വാസം ലഭിക്കുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് തോന്നിയത് കൊറിയൻ സീരീസ്, വെബ് സീരീസ്, അതുപോലെ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്ത് ആ ഒരു അഡിക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കുട്ടികളെ മെയിനായിട്ട് ഇങ്ങനെ കൊറിയൻ സീരീസിലേക്കും ഒക്കെ അഡിക്റ്റ് ആക്കാൻ കാരണം എന്താണ്? അങ്ങനെ അതിലേക്ക് തന്നെ ഒരു കണക്ഷൻ തോട്ടെല്ലാം പോകാനുള്ള കാരണം എന്താണ് മാമിന് തോന്നുന്നത്? ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ കാണുന്നൊരു പ്രവണതയാണത്. മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ഏതെങ്കിലും ഒരു കൊറിയൻ സീരീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ എനിക്ക് നേരിട്ടറിയാം. അതൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണ്. പിന്നെ ബാക്കി സമയം ഇൻസ്റ്റയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ റീൽസ് എടുത്തിട്ടുകൊണ്ടിരിക്കുക, കൂട്ടുകാരോട് ഫ്രണ്ട്ഷിപ്പും ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം ആകുന്ന ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതിൻ്റെ മൊബിലിറ്റി, അതിൻ്റെ ചലനാത്മകത കുറഞ്ഞു പോകുമ്പോൾ ശരീരം, അതിൻ്റെ പ്രവർത്തന ശേഷി, അതിൻ്റെ മെറ്റബോളിസം, അതിൻ്റെ കാര്യക്ഷമതയെല്ലാം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലെ ജോലികൾ അധികവും മെഷീൻസ് ഉള്ളതുകൊണ്ട് അമ്മമാർ തന്നെ മാനേജ് ചെയ്യുകയാണ്. സത്യസന്ധമായിട്ട് ചോദിച്ചാൽ വിവാഹത്തിന് മുമ്പ് അടുക്കള ജോലിയിൽ ആത്മാർത്ഥമായി അമ്മമാരെ സഹായിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അവർ അതിന് പറയുന്നൊരു ന്യായവും ഉണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ വേണ്ട എല്ലാം ചെയ്യാനെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ശരീരം അനങ്ങി ഒരു ജോലി ചെയ്ത് ശീലമില്ലാത്തവരാണ് ഞാൻ ഉൾപ്പെടുന്ന തലമുറ എന്ന് തന്നെ പറയാം. എൻ്റെ കാലം തുടങ്ങിയൊക്കെ ഞങ്ങളും അധികം അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ മിക്സിയും എല്ലാം മെഷീൻസും ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ, വാഷിംഗ് മെഷീനും ഒക്കെ വന്നപ്പോഴേക്കും ഒട്ടും തന്നെ അധ്വാനം ഇല്ലെന്നായി. അരിയാട്ടാനും ഒക്കെ എല്ലാത്തിനും മെഷീൻസ് ഉണ്ട്. വീട് ക്ലീൻ ചെയ്യാനായിട്ട്, തറ തുടയ്ക്കാനും എല്ലാം മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേക്കും കായിക അധ്വാനം ശേഷമില്ലാതായിരിക്കുകയാണ്.
ആൺകുട്ടികൾ പുറത്ത് പോയി കുറച്ചെങ്കിലുമൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും, അലഞ്ഞ് നടക്കുകയും കുറച്ച് നേരമൊക്കെ പുറത്തോടെയൊക്കെ നടക്കും. പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു, മുറിയിലിരിക്കുന്നു, ഒരു പില്ലോ എടുത്ത് ചാരി സോഫയിലോ കട്ടലിലോ ചാരി ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, രാവും പകലും ഇരിക്കുകയാണ്, ഒത്തിരിയേറെ സമയം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ ശരീരം വേണ്ട വിധത്തിൽ പ്രവർത്തന സജ്ജമാകുന്നില്ല, മാംസപേശികൾ ബലിഷ്ഠമാകുന്നില്ല, ശരീരത്തിൻ്റെ മെറ്റബോളിസം കംപ്ലീറ്റ് ആകുന്നില്ല. പിന്നെ കുറേയധികം സ്ട്രെസ്ഡും ആകുന്നുണ്ട് നമ്മുടെ കുട്ടികൾ. ഒത്തിരിയേറെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ താങ്ങാൻ പറ്റാത്ത വരുന്ന തരത്തിൽ ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രതിരോധ സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തുകയും ഫെർട്ടിലിറ്റി പോലെയുള്ള കാര്യങ്ങൾ അതില്ലെങ്കിൽ ആ ശരീരത്തിന് നിലനിൽക്കാൻ പറ്റുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എന്താ ചെയ്യുക, ന്യൂട്രലൈസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിനെ താൽക്കാലികമായി മരവിപ്പിച്ച് ഇടുകയും ചെയ്യും. പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിലാണ് ഒരു പെൺകുട്ടിയുടെ സർവ്വശക്തിയും ശ്രദ്ധയുമെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഈവൻ മെൻസ്ട്രേഷൻ പോലും ക്രമം തെറ്റിപ്പോകും. ബോഡിയുടെ മറ്റ് അപ്രധാനമെന്ന് ബോഡിക്ക് തോന്നുന്ന കാര്യങ്ങളെ അവിടെ മാറ്റി വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് തന്നെ സർവ്വശക്തിയും സർവ്വശ്രദ്ധയും എല്ലാ ഫോക്കസും വരും. അപ്പോൾ അങ്ങനെയും ഒരു കാരണം തോന്നുന്നുണ്ട്. മാം അതുപോലെ തന്നെ ഇപ്പോൾ മാം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് അങ്ങനെ പല സൈക്കോളജിസ്റ്റ് പല കാലഘട്ടം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ട്. ആസ് എ തിയറി നമ്മളത് പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ നമ്മളത് ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്ത് ആ ഒരു രീതിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇന്നത്തെ ഒരു തിങ്കിങ് ആയിട്ട് കുറെ കൂടെ മാറി ചിന്തിക്കുന്ന രീതിക്കാണല്ലോ. ഇന്നത്തെ ഒരു കാലഘട്ടമായിട്ട് ഒത്തുപോകുന്ന ഇതായിരിക്കില്ലല്ലോ കുറെ കാലഘട്ടം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പണ്ടൊന്നും അങ്ങനെയുള്ള ഓട്ടോമേറ്റഡ് ചാറ്റ് ബോക്സുകൾ പോലത്തെ സാധനങ്ങൾ ഇല്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഓരോ 10 വർഷം കൂടുമ്പോഴും ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. കാലം എപ്പോഴും അപ്ഡേറ്റഡ് ആകുമ്പോഴത്തേക്കും ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള തിയറീസ് നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ വരില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ സൈക്കോളജിയിൽ നമ്മൾ കുറേയധികം തിയറി പഠിക്കുന്നുണ്ട്, കുറേയധികം തെറാപ്പികൾ പഠിക്കുന്നുണ്ട്, കുറേ ഡയഗ്നോസിസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുമെങ്കിലും ഞാൻ പൂർണ്ണമായും അതുകൊണ്ട് മാത്രം ഒരാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത് മതിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്പിരിച്വൽ കൗൺസിലിങ്ങിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. സൈക്കോളജിയും അതോടൊപ്പം സ്പിരിച്വാലിറ്റിയുമുള്ള കൗൺസിലർക്കാണ് ഒരു പ്രശ്നമുള്ള വ്യക്തിയെ ആശ്വസിപ്പിക്കുവാനും ഹീൽ ചെയ്യാനും ശരിയായ ഇൻസൈറ്റ് കൊടുക്കാനും സാധിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൈക്കോളജിക്കൽ സയൻറ്റിഫിക് സ്റ്റഡി കൊണ്ടൊക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക് അവരെ ആശ്വസിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റും. എങ്കിലും ജീവിതത്തിൽ സ്ഥായിയായ ഒരു മാറ്റം വരുത്തണമെങ്കിൽ, ശരിയായൊരു ദിശയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കണമെങ്കിൽ അവിടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് കൂടി ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ഓറിയൻറ്റേഷനും കൂടി, ഒരു വിശ്വാസത്തിൻ്റെ ഒരു വിളി കൂടി കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ ഒക്കെ നമുക്ക് പൂർണ്ണമായും നല്ല നേർവഴിക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ കരുതുന്നതും വിശ്വസിക്കുന്നതും. മാം ഇപ്പം കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൗൺസിലിങ്ങിൽ വരുന്ന ക്ലയൻറ്റിന് ആ ഒരു സ്പിരിച്വാലിറ്റി ആ വ്യക്തിക്ക് ഇല്ലെങ്കിൽ ആ ഒരു കൗൺസിലിംഗ് എത്രമാത്രം വർക്കൗട്ട് ആകും? എന്തോരം അയാൾക്കൊരു പ്രതിഫലനം കിട്ടും ഈ കൗൺസിലിംഗിൽ നിന്ന്? കൗൺസിലിങ്ങിന് വരുന്ന ക്ലയൻറ്റിന് സ്പിരിച്വാലിറ്റി കുറവായിട്ടാണല്ലോ അയാൾ നിരാശയിലേക്ക് നിപതിക്കുന്നത്. വിശ്വാസത്തിൽ അടിയുറച്ചൊരു വ്യക്തി, അയാൾ ഏത് മതസ്ഥനും ആയിക്കൊള്ളട്ടെ, ഈശ്വരവിശ്വാസമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാൾ പെട്ടെന്ന് അങ്ങ് തകർന്നു പോവുകയില്ല, പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോൾ പക്ഷേ കൗൺസിലിംഗ് കൊടുക്കുന്ന വ്യക്തിക്ക് അടിയുറച്ച ദൈവവിശ്വാസം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും. നമ്മുടെ ശക്തി കൊണ്ടല്ല നമ്മൾ ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നത്. ഡോക്ടർ രോഗിയെ സുഖപ്പെടുത്തുകയല്ല, ഡോക്ടർ ചികിത്സിക്കുന്നതേ ഉള്ളൂ, രോഗിയെ സുഖപ്പെടുത്തുന്നത് ദൈവമാണെന്ന് ചില ഹോസ്പിറ്റലുകളിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൈകളിൽ ഒരു ഉപകരണമായിരുന്നു കൊണ്ട് ഈ വ്യക്തിക്ക് ആവശ്യമായ കാര്യങ്ങൾ എൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വ്യക്തിയോട് സംസാരിക്കുകയും ഈ വ്യക്തിക്ക് ഏറ്റവും ഉതകുന്ന തെറാപ്പികൾ ഏതാണെന്ന് എനിക്ക് ഉൾക്കാഴ്ച നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാറുണ്ട്. പിന്നെ ഏത് മതസ്ഥരായാലും ഞാൻ അവരോട് പ്രാർത്ഥനയെക്കുറിച്ച് പറയാറുണ്ട്, ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയാറുണ്ട്. വിശ്വാസമാണ് ധൈര്യം നൽകുന്നത്, ധൈര്യമാണ് നമ്മളെ പ്രവർത്തനോന്മുഖരാക്കുന്നത്. മാം ഇപ്പോൾ ട്രെൻഡുകളുടെ കാലമാണല്ലോ, അപ്പോൾ സെലിബ്രിറ്റി കൾട്ട് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കയറി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് വ്ളോഗിങ്, ഇൻസ്റ്റാഗ്രാമിൽ റീൽ പോസ്റ്റ് ചെയ്യുക, അതൊക്കെ ഒരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ചെയ്യാത്തവരെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോലും പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ നമ്മുടെ പല ക്രൈസ്തവ വിശ്വാസത്തിൽപ്പെട്ട പല ധ്യാനങ്ങളും കാര്യങ്ങളിലും പോലും ഒരു ടാസ്ക് ആയിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റഗ്രാം റീൽ അങ്ങനെ ചെയ്യുക എന്നുള്ള രീതിക്കൊക്കെയാണ് പലതും കൊടുക്കുന്നത്. അപ്പൊ അത്രത്തോളം ആ ഒരു മേഖല സോഷ്യൽ മീഡിയയുടെ ഒരു യൂസേജ് പ്രൊമോട്ട് ചെയ്ത് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ പലരും തെറ്റായ, നമ്മളിപ്പോൾ പലർക്കും പല ആരാധ്യ പുരുഷന്മാർ അല്ലെങ്കിൽ പല സെലിബ്രിറ്റി ക്രഷുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക മേഖലയിലോട് പ്രത്യേക താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു വ്യക്തിയെ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ആരാധിക്കുക അല്ലെങ്കിൽ അവരെ ഇൻസ്പയർഡ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വ്യക്തിയായിട്ട് പതിയെ പതിയെ ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ, അതായത് തെറ്റായ ഇൻസ്പിറേഷൻ സെലിബ്രിറ്റീസും അങ്ങനെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ലഭിക്കുന്ന വഴി കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് വീണ് പോകുന്നതായിട്ട് മാമിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സെലിബ്രിറ്റീസിനോടുള്ള ഒരു അന്ധമായ ഹീറോ വർഷിപ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റീസിൻ്റെ ചില പ്രവർത്തനങ്ങൾ, ചില വാക്കുകളൊക്കെ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാം. പക്ഷെ അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവർ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. കുട്ടികൾ അന്ധമായ ഒരു ആരാധന കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെലിബ്രിറ്റീസിനെ പോലെ ആകാൻ വേണ്ടി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, സ്വകാര്യതകളുടെ നിമിഷങ്ങളെല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനെ റീൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, വീഡിയോസ് ഒന്നിനു പുറകെ ഒന്നായി ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് യുവതിയുവാക്കളെ കാണുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് മനംമടുപ്പ് തോന്നും. ഇത്രയും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അപ്രസക്തമായ കാര്യങ്ങൾ പോലും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്യേണ്ടതുണ്ടോ? പണ്ടൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷകരമായൊരു സ്വകാര്യത ഉണ്ടായിരുന്നു. കുടുംബത്തിൻ്റേതായ ഒരു രഹസ്യാത്മകമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്വകാര്യതയുടെ ഒരുപാട് അവസരങ്ങളും സംസാരങ്ങളും നിമിഷങ്ങളും ഉണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും എല്ലാം ഇങ്ങനെ ജനമധ്യത്തിൽ പ്രകടമാക്കുന്നതിൽ ഒരു അഭിമാനവും ആനന്ദവും കണ്ടെത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ കാലക്രമത്തിൽ അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിനും ഇടയായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം ഓർത്തു പോവുകയാണ്. ആ കുട്ടി എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ അനേകം ഫ്രണ്ട്സിനെ, ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു അഡിക്ഷനാണ്. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് അത് അധികം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇത്രയും ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ട് എന്താ പ്രയോജനം? ലൈക്ക് കിട്ടിയൊന്ന് നോക്കിയിട്ട് എന്താ പ്രയോജനം? എപ്പോഴും ഇതിൻ്റെ പുറകെ നടന്നിട്ട് എന്താണ് പ്രയോജനം? പിന്നെ ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് റീൽസ് ഇട്ടുകൊണ്ടിരിക്കുക. ഇത് ആ ഹസ്ബൻഡിന് ഇഷ്ടം ഉണ്ടാകുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഇയാൾ ഉറങ്ങി എന്ന് വിചാരിച്ച് ഈ പെൺകുട്ടി പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് മൊബൈലിൽ എന്തൊക്കെയോ മെസ്സേജസ് അയക്കുകയും എന്തൊക്കെയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. പുതപ്പിനടിയിൽ പ്രകാശം കണ്ടപ്പോൾ ഈ മനുഷ്യന് കോപാന്ധനായിട്ട് തൻ്റെ ഭാര്യയെ വല്ലാതെ ഉപദ്രവിച്ചെന്നും പോലീസ് സ്റ്റേഷനിലൊരു കേസ് വന്നതായിട്ടും ഞാൻ കേൾക്കുകയുണ്ടായി. കുടുംബജീവിതത്തിൻ്റെ ആ ഒരു ഹാർമണി, അതിൻ്റെ ഒരു സന്തോഷം കെടുത്തിക്കളയുന്ന, കുടുംബത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പോലും വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പബ്ലിസിറ്റിയിലേക്ക്, ഒരു പോപ്പുലാരിറ്റിയിലേക്ക്, അത് ഡിസൈറബിളാകാം, അൺഡിസൈറബിളാകാം, നല്ല അർത്ഥത്തിലുള്ള പ്രശസ്തിയാകാം, കുപ്രസിദ്ധിയുമാകാം. ഇങ്ങനെ പോകുന്ന ഒരു അനാശാസ്യകരമായൊരു ട്രെൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നല്ല ചിന്തകൾ സമൂഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ സമ്മാനിക്കുന്നത് ഒരു സേവനമായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരു പ്രസക്തിയില്ലാത്ത ചില കാര്യങ്ങൾ, ഹായ് ഞങ്ങൾ ഇന്നിതാ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഇതാ ഞങ്ങളൊരു പുതിയ ഉടുപ്പിടാൻ പോകും, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെയും ഇട്ടുകൊണ്ട് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഒരു മാനസിക വിഭ്രമമായിട്ട്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഡിസോർഡറായിട്ട് പോലും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ നല്ലത് കാണുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോൾ വ്യൂസ് നോക്കുവാണെങ്കിലും അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിന് താഴെ കാണാൻ സാധിക്കുന്നത്. അത് സമൂഹത്തിൻ്റെ ഒരു തെറ്റായ ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജോലിയും ചെയ്യാനില്ലാതിരിക്കുന്ന ആളുകൾക്ക് നേരം പോക്കായിരിക്കാം, പക്ഷേ അവരെ അലസതയിലേക്ക് തള്ളിവിടുകയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ. നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും അതുകൊണ്ട് എനിക്കോ ഇത് കാണുന്നവർക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉണർവും നല്ലൊരു ചിന്തയും ഒരു പ്രയോജനവും ഉണ്ടാകുമെന്ന് തോന്നുമെങ്കിൽ നമ്മളത് പോസ്റ്റ് ചെയ്യും. ഏതെങ്കിലും വിധത്തിൽ ആളുകൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നത്, അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്, തെറ്റായ സന്ദേശം കൊടുക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് തെറ്റായ മാതൃക കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.